മഹിളകളെ ചേർത്ത് പിടിക്കും, പിന്നെ പറയുന്നു യൂത്തിനെ ചേർത്ത് പിടിക്കും. ഇതൊക്കെ അനിവാര്യമായ കാര്യങ്ങളാണ്. കാരണം മഹിളകളെ ചേർത്ത് പിടിക്കുമെന്ന് പറയുമ്പം വളരെ തമാശയായിട്ട് തോന്നും. എന്തുകൊണ്ടാണ് മഹിളകളെ ചേർത്ത് പിടിക്കുമെന്ന് ഇപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നപ്പോഴും എറണാകുളത്ത് വന്നപ്പോഴും ഒക്കെ പറഞ്ഞു മഹിളകളെ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചേർത്ത് പിടിക്കൽ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ 33% പാർലമെൻറ്റ് സീറ്റുകളിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് പെണ്ണുങ്ങളായിരുന്നേനെ. പക്ഷേ അത് പറ്റുന്നില്ല. എന്താ കാരണം? 1996 ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അന്ന് അത് കൊണ്ടുവന്ന കോൺഗ്രസ് ഗവൺമെൻറ് അതായത് UPA ഗവൺമെൻറ്, ആ UPA ഗവൺമെൻറ്റിൻ്റെ ഘടകകക്ഷികൾക്ക് അത് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഘടകകക്ഷികൾ തന്നെ ആ ബില്ല് വലിച്ചു കീറി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതിനുശേഷം വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളൊക്കെ അതിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് മജോറിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ആ ബില്ല് ലോകസഭയിൽ പാസ്സാക്കാൻ ഒത്തില്ല. പക്ഷേ അവർ 2002 UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രാജ്യസഭയിൽ അവർക്ക് മജോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് പാസ്സാക്കി. അത് പക്ഷേ ലോകസഭയിൽ പാസ്സാക്കാത്തതുകൊണ്ട് UPA കാലത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. 33% സംവരണം എന്ന കോൺഗ്രസിൻ്റെ അജണ്ട ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അന്ന് കോൺഗ്രസ്സിന് ലോകസഭയിൽ സിംഗിൾ മജോറിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ BJPക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് അന്ന് പാർലമെൻറ്റിൽ വെച്ച് തന്നെ അത് പാസ്സാക്കാമായിരുന്നു. പാസ്സാക്കിയില്ല. അപ്പോൾ അന്ന് BJPക്ക് താല്പര്യമില്ല എന്നർത്ഥം. അത് കഴിഞ്ഞ് BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്നപ്പോൾ 2014 ലോകസഭയിൽ അവർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, രാജ്യസഭയിലില്ലായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ പാസ്സാക്കിയ ആ ബില്ല് നള്ളിഫൈ ചെയ്യുന്നതിന് മുൻപാണ്, ക്യാൻസൽ ചെയ്യുന്നതിന് മുൻപായിരുന്നു. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ലോകസഭയിൽ ആ സംവരണ ബിൽ പാസ്സാക്കാമായിരുന്നു. അതും അതിന് മുൻപ് പാസ്സാക്കിയ രാജ്യസഭയിലെയും കൂട്ടിച്ചേർത്ത് അത് നിയമമാക്കാമായിരുന്നു. പക്ഷേ ചെയ്തില്ല. ഇനി നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തില്ല എന്നുള്ളതും പോകട്ടെ, രണ്ടാം നരേന്ദ്രമോദി, അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. അവർക്ക് ലോകസഭയിലും രാജ്യസഭയിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 1-2 സൈഡത്തും അവർക്ക് ഈ ബില്ല് പാസ്സാക്കാമായിരുന്നു. പാസ്സാക്കിയില്ല. അതിനെപ്പറ്റി ഒരു ചർച്ച പോലും ഒരിക്കലും ഉണ്ടായില്ല. അവസാനം ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോകാൻ സമയത്ത് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? 2021 സെൻസസ് വരണം. പോപ്പുലേഷൻ അനുസരിച്ച് ഇനിയും ചില ഡിസ്ട്രിക്ട്സുകളും ചില ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉണ്ടാവും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ പൂർണ്ണമായിട്ടും സ്ഥിരീകരിച്ചതിന് ശേഷമേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവൂ എന്ന രീതിയിലേക്ക് ഇപ്പോഴും. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കാരണവശാലും ഈ സംവരണ ബില്ല് പാസ്സാകണമെന്ന് നരേന്ദ്രമോദിയോ BJPയോ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾ എല്ലായ്പ്പോഴും ഒരു രണ്ടാന്തരം പൗരന്മാരായി തന്നെ ഇന്ത്യയിൽ കഴിഞ്ഞാൽ മതി എന്ന ധിക്കാരപരമായ ചിന്ത കൊണ്ട് മാത്രമാണ്, അതായത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സ്ത്രീകൾക്ക് ഒരു രണ്ടാന്തരം പൗരൻ. അത് ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ എന്ന് ഞാൻ പറയുന്നില്ല, ആഗോള തലത്തിലും അതേ സംസ്കാരം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പക്ഷേ അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്, 1ാം ഗവൺമെൻറ്, 2ാം ഗവൺമെൻറ്. അപ്പോൾ എന്നിട്ട് സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതിനേക്കാൾ എത്രയോ സ്ത്രീകളെ ചേർത്ത് നിർത്തിയ ഗവൺമെൻറ്റായിരുന്നു UPA ഗവൺമെൻറ്. അതുകൊണ്ടല്ലേ തൊഴിലുറപ്പ് പദ്ധതി അവർ കൊണ്ടുവന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിരുന്നു. BJP ഗവൺമെൻറ് എത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നു? അതൊന്നും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ സംരക്ഷിക്കുവാനോ ചേർത്ത് നിർത്തുവാനോ ശാക്തീകരിക്കാനോ അല്ല. അതൊക്കെ ഇവിടെ വിഘടനവാദങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രമുള്ള നിയമങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ളതാണ്. ഞാൻ അതിലേക്ക് 1, 2, 3 എന്നും പറഞ്ഞ് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് മഹിളകളെ ചേർത്ത് നിർത്തുമെന്ന പൊളിവചനം നിർമ്മല സീതാരാമൻ സ്വന്തം ബജറ്റിലൂടെ, മഹിളയായിരുന്നു കൊണ്ട് സ്വന്തം ബജറ്റിലൂടെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഖേദകരമാണ്. എനിക്ക് നിർമ്മല സീതാരാമനോട് ഉണ്ടായിരുന്ന ബഹുമാനം ഒരുപാട് കുറഞ്ഞുപോയി. ഇത്തരം ഒരു പ്രസ്താവന ശരിക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് പ്രസ്താവന നടത്തി, ശരി. പക്ഷേ ഇത് ചേർത്ത് പിടിച്ചിട്ടല്ല. ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ ഏറ്റവും അനിവാര്യമായി വേണ്ട വനിതാ സംവരണ ബില്ല്
അത് നടപ്പിലാക്കി കൊണ്ടുവേണമായിരുന്നു. അത് നടപ്പിലാക്കാതെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് നിൻ്റെ വോട്ടിങ് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, അത് കഴിഞ്ഞാൽ നീ നിൻ്റെ വഴി നോക്കി പൊക്കോളൂ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ.